കാർഷിക സമൃദ്ധിയും പരിസ്ഥിതി സൗഹാർദ്ദ ജീവിതശൈലിയും നാടിന്റെ പുരോഗതിയുടെ നട്ടെല്ലാണെന്ന് രജിസ്ട്രേഷൻ മ്യൂസിയം ആർക്കിയോളജി വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷി വകുപ്പിന്റെ പങ്കാളിത്തത്തോടെ സംഘടിപ്പിക്കുന്ന 25ാമത് ചൈതന്യ കാർഷിക മേളയുടെയും ശാസ്ത്രീയ സംഘ മഹോത്സവത്തിന്റെയും 3ാം ദിനം പരിസ്ഥിതി സൗഹാർദ്ദ ദിന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാർഷിക മേഖലയെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ സാധിക്കുകയില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംവിധാനത്തെയും കാർഷിക മേഖലയും അവഗണിച്ച് ആർക്കും മുന്നോട്ട് പോകാൻ കഴിയില്ല. കർഷക സമരം നടന്നു ഒരു വർഷക്കാലം എന്ന് പറഞ്ഞാൽ ഈ നാടിൻ്റെ നിരവധി സാമ്പത്തിക സംവിധാനത്തിന്, സാമ്പത്തിക പുരോഗതിക്ക് കാർഷിക മേഖലയുടെ ഏത് പദവിന്യാസങ്ങളും സ്വീകരിക്കപ്പെടേണ്ടതാണ് എന്നതുകൊണ്ട് അത് ലോക്സഭയായിരുന്നാലും രാജ്യസഭയായിരുന്നാലും നിയമസഭയായിരുന്നാലും കാർഷിക വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അതിപ്രധാനമാണ്. അത് ജനങ്ങൾ കേൾക്കും. കൃഷിക്കാർ മാത്രമല്ല, നാടും നഗരവും ഒരുപോലെ കേൾക്കും. അതാണ് കാർഷിക പ്രാധാന്യമാണ് നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സാമൂഹ്യ ഉത്കൃഷ്ടമായ പുരോഗതിയിലെ അടിസ്ഥാന ഘടകം എന്നത് മറ്റു വസ്തുതയാണ്. അതൊരു കാർഷിക മേഖലയെ അവഗണിക്കാനേ കഴിയില്ല. ലോകാരാധ്യനായ മഹാത്മജി പറഞ്ഞു യുവാക്കളോട്, ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോകും. എന്താണ് ആ ഗ്രാമങ്ങളിലാണ് മനുഷ്യ പ്രകൃതി ഉപശക്തികൾ നിറഞ്ഞു നിൽക്കുന്നത്, ഉറങ്ങിക്കിടക്കുന്നത്. കാർഷിക വൃത്തി, യുവജന ചൈതന്യം എല്ലാം കൂടി സമാഹരിക്കപ്പെടണം. ആ കാലഘട്ടങ്ങളിൽ ഗാന്ധി നൽകിയ ഉപദേശം. കോട്ടയം അതിരൂപത സഹായമെത്രാൻ ഗീവർഗീസ് മാർ അപ്രേം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രകൃതിയെയും പ്രകൃതി വിഭവങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ജീവിതശൈലിയാണ് ഓരോരുത്തരും അവലംബിക്കേണ്ടതെന്നും വരും തലമുറയ്ക്കു വേണ്ടി പരിസ്ഥിതിയെ സംരക്ഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. മനുഷ്യൻ പ്രകൃതിയെ പരിധിയില്ലാതെ ചൂഷണം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ഈ അടുത്ത കാലം വരെ നമ്മുടെ ചിന്താഗതി ഈ മേൽപ്പറഞ്ഞ ചിന്ത തന്നെയായിരുന്നു. എന്നാൽ ലോകത്തെ മുഴുവൻ രസിച്ചിരിക്കുന്ന ഇന്നത്തെ വലിയ സംസ്കാരമാണ് ഉപഭോഗ സംസ്കാരം, കൺസ്യൂമറിസം. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സുനിൽ പെരുമാനൂർ, നവജീവൻ ട്രസ്റ്റ് ചെയർമാൻ PU തോമസ്, കാരിത്താസ് സെക്കുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ജനറൽ സിസ്റ്റർ ലിസി ജോൺ മുടക്കോടിയിൽ, ഗ്രീൻ വാലി ഡെവലപ്മെന്റ് സൊസൈറ്റി ഡയറക്ടർ റവറൻ ഫാദർ ജോബിൻ പ്ലാച്ചേരിപ്പുറത്ത്, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ തോമസ് കോട്ടൂർ, DCPB കോൺഗ്രിഗേഷൻ റീജിയണൽ സുപ്പീരിയർ സിസ്റ്റർ റിൻസി കോയിക്കര, KSSS കോർഡിനേറ്റർ ബെസി ജോസ് എന്നിവർ പ്രസംഗിച്ചു. സമ്മേളനത്തിനോടനുബന്ധിച്ച് KSSS പ്രവർത്തന മേഖലകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകരെ ആദരിച്ചു. ദിനാചരണത്തിനോടനുബന്ധിച്ച് ഓലമെടച്ചിൽ മത്സരവും തെയ്യം തക തെയ്യാരോ നാടോടി നൃത്ത മത്സരവും തിരുവനന്തപുരം സംസ്കൃതിയുടെ നാടകവും നടത്തപ്പെട്ടു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.